തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധിയെന്ന പരാതി. തുറന്നു പറച്ചിലുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു. ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു. രാജിവെച്ച് പോയാലോ എന്ന ചിന്ത വരെ ഉണ്ടാകുന്നെന്നും ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിസന്ധി ഇല്ലെന്ന് ആരോഗ്യവകുപ്പ്. സ്കൂളുകളിലെ സൂംബ ഡാൻസ് വിവാദത്തിൽ മതസംഘടനകൾക്ക് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. എതിർപ്പ് ലഹരിയേക്കാൾ വലിയ വിഷം. മതസംഘടനകളുടേത് ആടിനെ പട്ടിയാക്കുന്ന നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി. മതം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ആജ്ഞാപിക്കരുതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. വിയോജിപ്പുകളെ വർഗീയമായി കാണുന്നത് ശരിയല്ലെന്ന് SYS സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ. സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിൽ പുതിയ നീക്കവുമായി സർക്കാർ. UPSC പട്ടികയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് ചുമതല നൽകാൻ നീക്കം. നിയമോപദേശം തേടി സർക്കാർ. ഭാരതാംബ വിവാദത്തിൽ ഗവർണറുടെ കത്തിന് വീണ്ടും മറുപടി നൽകാൻ സർക്കാർ. ഭരണഘടനാ വിദഗ്ധരുടെ നിലപാട് കൂടി ചേർത്ത് മറുപടി നൽകും. സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ രജിസ്ട്രാർ ഇന്ന് VCക്ക് റിപ്പോർട്ട് നൽകും. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച 1 വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് പരാതി. മാതാപിതാക്കൾ കുഞ്ഞിന് ശാസ്ത്രീയ ചികിത്സ നൽകിയില്ലെന്ന് ആരോപണം. പോലീസ് അന്വേഷണം തുടങ്ങി. മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനും തീരുമാനം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മുതലപ്പൊഴിയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറഞ്ഞു. 3 പേരെ രക്ഷപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 135.70 അടിയായി ഉയർന്നു. സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കും. കണ്ണൂരിൽ പേവിഷബാധയേറ്റ 5 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശികളുടെ മകൻ ഹരിത്. കുഞ്ഞിന് നായയുടെ കടിയേറ്റത് മെയ് 31. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് സൗത്ത് കൊൽക്കത്ത ലോ കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. ക്രൂരപീഡനം നടന്നത് ഇയാളുടെ മുറിയിൽ. പീഡനത്തിന് കാരണം വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലെ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും വാഴക്കൊമ്പൻ. കക്കിനിക്കാട് ഉന്നതിയിൽ കാട്ടുകൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇടുക്കി വെള്ളത്തൂവൽ കൈതച്ചാൽ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കാട്ടുപന്നി കിണറ്റിൽ വീണു. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി.